നമസ്കാരം. 3 നാൾ പഞ്ചാരക്കൊല്ലിയെ വിറപ്പിച്ച കടുവയെ കൺമുന്നിൽ കിട്ടിയാൽ വെടിവെച്ച് കൊല്ലാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വനം വകുപ്പ് സംഘം. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെ പിലാക്കാവിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. കടുവയെ രാത്രി വെടിവെക്കുന്നത് സുരക്ഷിതമാകില്ല എന്ന വിലയിരുത്തൽ ആ പ്രദേശം വളഞ്ഞ് പുലർച്ചെ വരെ കാത്തിരുന്നു. എന്നാൽ 7:30യോടെ കടുവയുടെ ജഡം പിലാക്കാവിലെ ജോർജിന്റെ വീടിന് സമീപം ദൗത്യസംഘമാണ് കണ്ടെത്തിയത്. അവശനിലയിലായിരുന്ന കടുവ ഞായറാഴ്ച മുതൽ ദൗത്യസംഘത്തിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു. 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകടുവയാണ് നാട്ടിൽ ഭീതി വിതച്ചത്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും പുറത്തിറങ്ങി നടക്കാൻ പോലും ആകാത്ത വിധത്തിൽ കടുവ നാട്ടിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ഇതിനിടയിൽ കടുവ വനം വകുപ്പിന്റെ റഡാറിലായത് ഞായറാഴ്ച രാത്രി മുതലാണ്. അവശത പ്രകടിപ്പിച്ചിരുന്ന കടുവയെ പിലാക്കാവ് 3 റോഡിനടുത്തുള്ള വീടിനോട് ചേർന്ന് ചത്ത നിലയിൽ പിന്നീട് കണ്ടെത്തുകയായിരുന്നു. കടുവയുടെ ദേഹത്ത് കണ്ടെത്തിയ മുറിവുകൾ വനത്തിനകത്ത് മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടിയതിന്റെ ഭാഗമായാണ് ഉണ്ടായത്. ചത്തത് നരഭോജി കടുവയാണോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ വനം വകുപ്പിന് കഴിഞ്ഞിരുന്നില്ല. അതിന് പോസ്റ്റ്മോർട്ടം അനിവാര്യമായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ഒടുവിൽ വയനാട്ടുകാർക്ക് കിട്ടിയിരിക്കുന്നത് സന്തോഷകരമായ വാർത്തയാണ്. ചത്ത നിലയിൽ കണ്ടെത്തിയത് നരഭോജി കടുവ തന്നെയാണെന്നാണ് സ്ഥിരീകരണം വന്നിരിക്കുന്നത്. കൊല്ലപ്പെട്ട രാധയുടെ മുടി, കമ്മൽ, വസ്ത്രാവശിഷ്ടം എന്നിവ കടുവയുടെ വയറ്റിൽ നിന്നും കണ്ടെത്തി. കഴുത്തിലേറ്റ 4 മുറിവുകളാണ് കടുവയുടെ മരണകാരണമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് കൃഷ്ണൻ വ്യക്തമാക്കി. മുറിവിനൊപ്പം കടുവയുടെ നട്ടെല്ലും തകർന്നു. ആന്തരിക അവയവങ്ങളിലെ പരിശോധനയിൽ പല രോഗങ്ങളും കണ്ടെത്തി. ഞായറാഴ്ച RRT സംഘത്തെ ആക്രമിച്ച ശേഷം കടുവ കാടുകയറുകയായിരുന്നു. അവിടെ വെച്ച് മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടി. ഇതിനെ തുടർന്ന് കഴുത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്ന് ഉറപ്പിച്ചിരിക്കുന്നത്. കഴുത്തിലേറ്റ മുറിവുകൾ പലതും പഴക്കമുള്ളതാണ്. കടുവയെ പിടിക്കാത്തതിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധ ചൂട് ഉയർത്തിയ പഞ്ചാരക്കൊല്ലിക്കാർ ഒടുവിൽ അവർക്ക് കൈയടിച്ചു. മധുരം നൽകി സന്തോഷം പങ്കിട്ടിരിക്കുകയാണ്.